വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഹൈ റേഡിയേഷൻ സോണിലാണെന്ന് നിങ്ങൾക്കറിയാമോ? 36,000 അടി ഉയരത്തിൽ ഈ റേഡിയേഷൻ ഡിറ്റക്ടർ കാണിക്കുന്ന റീഡിംഗ് 300 കൗണ്ട്സ് പെർ മിനിറ്റിലും കൂടുതലാണ്. ഇതാണ് കോസ്മിക് റേസ്. എന്നാൽ സീ ലെവലിൽ ഇത് വെറും 20 കൗണ്ട്സ് പെർ മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ 90% ഹൈ എനർജി പ്രോട്ടോൺസ് ആണ്, 8% ഹീലിയം ന്യൂക്ലിയസും. ഇവ അന്തരീക്ഷത്തിലെ മോളിക്യൂൾസിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന ഇലക്ട്രോണുകളെയും ഗാമാറേസുമാണ് ഈ ഡിറ്റക്ടർ അളക്കുന്നത്. നമ്മുടെ അന്തരീക്ഷം ഒരു ഷീൽഡ് പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സീ ലെവലിൽ കോസ്മിക് റേഡിയേഷൻ ഇത്രയും കുറയാൻ കാരണം. ഉയരത്തിൽ പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിന്റെ കനം കുറയുന്നത് കൊണ്ടാണ് വിമാനത്തിനുള്ളിൽ റേഡിയേഷൻ കൂടുന്നത്. ഇത് കണ്ടിട്ട് വിമാനയാത്രയെ പേടിക്കണ്ട. കാരണം നിയമപരമായ സുരക്ഷാ പരിധി എന്നത് 1 വർഷം 1 മില്ലി സിവേർട്ട് ആണ്. റേഡിയേഷൻ അളക്കുന്ന യൂണിറ്റ് ആണ് മില്ലി സിവേർട്ട്. പക്ഷെ നാച്ചുറൽ സോഴ്സിൽ നിന്ന് മാത്രം ഒരാൾക്ക് ശരാശരി 2.4 മില്ലി സിവേർട്ട് റേഡിയേഷൻ ഡോസ് ലഭിക്കുന്നുണ്ട്. ഒരു ലോങ് ഫ്ലൈറ്റിൽ ശരാശരി 0.05 മില്ലി സിവേർട്ട് ഡോസ് ലഭിക്കും. ഒരു ചെസ്റ്റ് എക്സ്റേ എടുത്താൽ 0.1 മില്ലി സിവേർട്ട് ലഭിക്കും. എന്നാൽ ഒരു ചെസ്റ്റ് CT സ്കാൻ എടുത്താൽ ലഭിക്കുന്നത് 7 മില്ലി സിവേർട്ട് ആണ്. ഇത് 140 ദീർഘദൂര വിമാനയാത്രകൾക്ക് തുല്യമാണ്. പൈലറ്റും ക്യാബിൻ ക്രൂവും നിയമപരമായ ഒരു റേഡിയേഷൻ വർക്കർ കാറ്റഗറിയിലാണ് വരുന്നത്. ഇവർക്ക് ലഭിക്കുന്ന ആനുവൽ റേഡിയേഷൻ ഡോസ് പലപ്പോഴും ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ജീവനക്കാരനേക്കാളും കൂടുതലായിരിക്കും.